കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനാണ് സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹത്തിനെതിരെ വിമർശിക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം ഈ നമ്മുടെ ഗോവിന്ദച്ചാമിയുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. യു പിയിലാണെങ്കിൽ ഗോവിന്ദച്ചാമി പടമായേനെ എന്നാണ് ഈ സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ശരിയല്ലേ? യു പിയിൽ, തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഈ ഗോവിന്ദച്ചാമി പടമായേനെ. ആ സൗമ്യ സംഭവം നടക്കുന്ന ആ സമയത്ത് അറസ്റ്റിലാകുന്ന ആ വേളയിൽ തന്നെ അറസ്റ്റിലായി ഒരു പക്ഷേ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ഗോവിന്ദച്ചാമി പടമായേനെ. സന്തോഷ് പണ്ഡിറ്റ് വെറുമൊരു നടൻ മാത്രമല്ല, അദ്ദേഹം ഒരു സംവിധായകനാണ്. ഈ സാമൂഹ്യ വിഷയങ്ങളിൽ കൃത്യമായിട്ട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്ന ഒരാളും കൂടിയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ട്. അദ്ദേഹം നമുക്കറിയാം, സിനിമയിലൂടെ കിട്ടുന്ന വരുമാനം പരിപൂർണമായിട്ടും ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ്. മലയാള സിനിമയുടെ ആ ഒരു സ്ഥിരം കാഴ്ചപ്പാടുണ്ടല്ലോ, അതിനെ പൊളിച്ചെഴുതിയ ഒരാളും കൂടിയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഇരിക്കട്ടെ, നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതമല്ല വിഷയം. അദ്ദേഹം പറഞ്ഞ ആ വാക്ക് ശരിയാണ്. യു പിയിലായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ പടമായേനെ. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യം പറയുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന അവിടെ അദ്ദേഹം കുറേ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ ഒറ്റക്കയ്യൻ എങ്ങനെ ഈ നമ്പർ 1 ജയിലിൽ നിന്ന് പുറത്ത് ചാടി? നമ്പർ 1 കേരളമാണല്ലോ, എല്ലായിടത്തും നമ്മൾ നമ്പർ 1 ആണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ 2 കൈയുള്ളവർക്ക് തന്നെ ജയിലിൽ നിന്ന് പുറത്ത് വരാൻ, ഇതുപോലെ ചാടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒറ്റക്കയ്യൻ എങ്ങനെ ചാടി? ഇതാണ് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം. അതും ഈ ഇരുമ്പഴികൾ അറുത്തു മാറ്റി പുറത്തെത്തി ഈ വാട്ടർ ടാങ്ക് വെച്ച് അതിൻ്റെ മുകളിൽ കസേരയിട്ട് പിന്നെ അതിൽ കുറേ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ച് എന്നിട്ടാണ് കയറിയത്. കയറിയിട്ട് മറ്റേ തുണി കൊണ്ട് വടം പോലെ തുണി കെട്ടി അതിലൂടെ ഊർന്നിറങ്ങുകയായിരുന്നു. ഇത് ഈ ഒറ്റ കൈയുള്ള ഒരാളിന് ഇതെങ്ങനെ ചെയ്യാൻ സാധിച്ചു? 2 കൈയുള്ളവർക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒറ്റ കൈയ്യിന് ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്പർ 1 കേരളമായതുകൊണ്ട് ആർക്കും എന്തും ചെയ്യാൻ സാധിക്കും എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമാണ്. അദ്ദേഹം പറയുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ, എന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പുറത്ത് ചാടിയ ഈ ഗോവിന്ദച്ചാമിയെ ഇനിയും എന്തിനു വെച്ചുകൊണ്ടിരിക്കുന്നു? സന്തോഷ് പണ്ഡിറ്റ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, ഈ ജയിലുകളിലെല്ലാം ഇപ്പം നോൺ വെജ് ഭക്ഷണമുണ്ട് അല്ലേ, മീൻ, ഇറച്ചി, മുട്ട ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുറ്റവാളികളെ ഇങ്ങനെ ഈ പോഷക സമൃദ്ധമായ ആഹാരം കൊടുത്ത് കൂടുതൽ പുഷ്ടിപ്പെടുത്തുകയാണ് നമ്മുടെ ജയിലുകൾ. അത് ചെയ്യരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നറിയിപ്പ്. ഈ പഴയതുപോലെ ഇവർക്ക് വെജിറ്റേറിയൻ, അതും ഗോതമ്പുണ്ടയെ കൊടുക്കാവൂ, അല്ലാതെ നല്ല ഭക്ഷണം കൊടുക്കരുത്. നല്ല ഭക്ഷണം കൊടുത്താൽ ഇവന്മാർ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും വീണ്ടും ജയിലിനുള്ളിലും പുറത്തിറങ്ങിയതിനു ശേഷം. അതുകൊണ്ട് അതൊന്നും ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. ശരിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കാരണം ജയിലിൽ ശിക്ഷയാണ്. ഈ കുറ്റകൃത്യം ചെയ്ത് ഇപ്പോൾ അതൊരു സുഖവാസ കേന്ദ്രമാണ്. മറ്റതങ്ങനെയല്ല, അത് കുറ്റകൃത്യം ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുന്നതാണ്. നീതിമാന്മാരായ സമാധാനകാംക്ഷികളായ നല്ല മനുഷ്യരെ ബുദ്ധിമുട്ടിച്ച് അവരെ പ്രയാസപ്പെടുത്തി അവരെ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്ത് സുഖത്തിനും പണത്തിനും ഒക്കെ വേണ്ടിയിട്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവർ. സന്തോഷ് പണ്ഡിറ്റ് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഉത്തർപ്രദേശ് ഒരു കാലത്ത് വലിയ രീതിയിൽ ഈ സ്ത്രീകൾക്കെതിരായി വലിയ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ആക്രമണങ്ങൾ നടക്കുന്നവരെ വെടിവെച്ചാണ് പിടിക്കുന്നത്. അതെ, അപ്പോൾ തന്നെ കിട്ടിയാൽ മുട്ടിന് താഴെ വെടിവെക്കുകയാണ് പോലീസ്. എന്നിട്ട് തൂക്കിയെടുത്തുകൊണ്ട് വരുന്ന എത്ര ദൃശ്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോൾ ഇവിടെ അതുപോലെ സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്, ഇവർക്കൊന്നും, ഈ കുറ്റവാളികൾക്കൊന്നും ഇങ്ങനെ പോഷകസമൃദ്ധമായ ആഹാരം കൊടുത്ത് അവരെ പരിപോഷിപ്പിക്കരുത്. അത് അപകടമാണ്. ഇവന്മാരെല്ലാം തിന്നുകൊഴുത്ത് ആരോഗ്യം കൂട്ടി പുറത്തിറങ്ങി കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. അത് വളരെ ശരിയുമാണ്. കുറ്റവാളികൾക്ക് മനുഷ്യാവകാശം, എന്ത് മനുഷ്യാവകാശം? സാധാരണ മനുഷ്യരുടെ അവകാശങ്ങളെ ഹനിച്ച് അവരെ ഉപദ്രവിക്കുന്ന, അവരെ ദുഃഖക്കടലിലേക്ക് തള്ളിവിടുന്ന ക്രൂരമായ കൊലപാതകങ്ങളും പിടിച്ചുപറിയും ബലാത്സംഗവും ഒക്കെ ചെയ്യുന്നവർക്ക് എന്ത് മനുഷ്യാവകാശം? അവർക്ക് മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയാൻ എന്താണ് അർഹത?
അത് ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഇതൊന്നും പറയുന്നില്ലെങ്കിലും വളരെ കൃത്യമായിട്ട് ആ ചോദ്യങ്ങളെല്ലാം അവിടെ ധ്വനിപ്പിക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ നമ്മുടെ കണ്ണ് തുറക്കേണ്ടതാണ്. പറഞ്ഞതുപോലെ യു പിയിൽ നിരന്തരം വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ആ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. അതിന് കാരണം കരുത്തനായ ഒരു മുഖ്യമന്ത്രി, പോലീസിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഭരണകൂടം ഒക്കെ അവിടെ ഉണ്ടായതാണ്. എനിക്കറിയാം, പണ്ട് ഈ ഗുജറാത്തിൽ ഞാൻ പോകുമ്പോൾ ഈ നമ്മുടെ ഗുജറാത്ത് കലാപം നടക്കുന്നതിന് മുമ്പ് അവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ നല്ല ഭാഷയിൽ പറഞ്ഞ ഒരു അഴകുഴമ്പൻ പോലീസായിരുന്നു. ഒരു കാര്യവുമില്ല. ട്രാഫിക് നിയന്ത്രിക്കാനും ഇവർക്ക് കൂട്ടുപോകാനും ഈ മന്ത്രിമാർക്കൊക്കെ എസ്കോട്ട് പോകാനും ഒക്കെ പറ്റുന്ന പോലീസ്. പിന്നെ അപൂർവം ഉദ്യോഗസ്ഥരുണ്ട്, നല്ല മിടുക്കരായ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല, IPSകാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറിയ കൂറും അലസരായിരുന്നു. ഗുജറാത്ത് കലാപം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി അത് മുഴുവനും പൊളിച്ചടുക്കി. മികച്ച പരിശീലനം, മികച്ച കുറ്റാന്വേഷണ രീതി, ലോ ആൻഡ് ഓർഡർ ഏറ്റവും നന്നായിട്ട് സംരക്ഷിക്കുന്ന ഒരു പോലീസ് സേനയാക്കി ഗുജറാത്തിലെ പോലീസിനെ അദ്ദേഹം മാറ്റി. കാരണം ഞാൻ തന്നെയാണ് അതിന് സാക്ഷി. എനിക്ക് ഒരിക്കൽ ഞാൻ രാത്രിയിൽ അഹമ്മദാബാദിൽ ചെന്നിറങ്ങി. എനിക്ക് അവിടുന്ന് അജ്മീറിന് പോകണം. അപ്പോൾ രാത്രി ഏതാണ്ട് ഞാനൊരു 12:30 ആയപ്പോഴാണ് അഹമ്മദാബാദിൽ എത്തുന്നത്. അടുത്ത ട്രെയിൻ, എനിക്ക് അവിടുന്ന് ഒരു കണക്ഷൻ ട്രെയിനുണ്ട്. ആ ട്രെയിനിന് ഞാൻ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ആ ട്രെയിൻ വരുന്നത് ഏതാണ്ട് 2:30-3 മണിക്കാണ്. സാധാരണ അവിടെ ട്രെയിൻ വരുന്ന അവസരത്തിൽ ടിക്കറ്റ് എടുത്തവരും എടുക്കാത്തവരും എല്ലാം കൂടെ കിട്ടുന്ന ബോഗികളിലേക്ക് തള്ളിക്കയറും. നമ്മൾ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലേ നമ്മൾ നിന്ന് യാത്ര ചെയ്യേണ്ടി വരും. അവരോട് നമുക്ക് വഴക്കിന് പോകാൻ സാധിക്കില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ന് ഗുജറാത്തിൽ ഈ പറഞ്ഞതുപോലെ ആൾക്കാർ ക്യൂ നിന്നാണ് ട്രെയിനിലേക്ക് കയറുന്നത്. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ട്രെയിനിൽ കയറാനായിട്ട് അതിഭീകരമായ അടി. പിന്നെ ഒരുത്തൻ കയറുന്നു, വേറൊരുത്തൻ പുറയുന്ന അവനെ വലിച്ചിടുന്നു, തള്ളുന്നു, ചവിട്ടുന്നു, ആടി, കുത്ത്, വെട്ട്, ഇങ്ങനെ വലിയ കലാപം നടക്കുന്ന, സംഘർഷം നടക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ. പക്ഷേ ഇത് ആൾക്കാർ കൃത്യമായിട്ട് വരി നിന്ന്, പോലീസ്, റെയിൽവേ പോലീസും മറ്റ് ഗുജറാത്ത് പോലീസും ഒക്കെ അവിടെ സാന്നിധ്യമുണ്ട്. രാത്രി 2-2:30 മണിക്കാണ്, ആലോചിക്കണം. കൃത്യമായിട്ട് ആൾക്കാർ ട്രെയിനിൽ കയറുന്നു, അവരവരുടെ സീറ്റുകളിൽ പോയിരിക്കുന്നു. അപ്പോൾ ഭരിക്കേണ്ടവൻ ഭരിച്ചാൽ ഇതൊക്കെ കൃത്യമായിട്ട് നടക്കും എന്നാണ് അതിൻ്റെ സൂചന. ഇത് UP പോലീസിനെ കണ്ടുപഠിക്കാനാണ് കേരള പോലീസിനോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, സന്തോഷ് പണ്ഡിറ്റ്. ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. UPയിലാണെങ്കിൽ അവൻ ഇതിനു മുമ്പേ പടമായി ചുവരിലിരുന്നേനെ. ഇത് കേരളമായതുകൊണ്ടാണ് അവനിങ്ങനെ തിന്നു കൊഴുത്ത് വീണ്ടും ഈ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നത്. അതിന് ഇട കൊടുക്കരുത് നിങ്ങൾ എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, നമ്മുടെ ഈ ലോ ആൻഡ് ഓർഡർ, ക്രിമിനൽ പ്രൊസീജിയറൊക്കെ ഇപ്പോൾ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഭാരതീയ ന്യായ സംഹിതയൊക്കെ വന്നു. അതുപോലെ ഈ ജയിൽ നിയമങ്ങളും നമ്മൾ പൊളിച്ചെഴുതണം. അത് എഴുതാത്തിടത്തോളം കാലം കുറ്റവാളികൾ കൂടുതൽ കുറ്റവാസനയോടുകൂടി ജയിലിൽ നിന്ന് പുറത്തു വരാനാണ് സാധ്യത. അവരെ അങ്ങനെ കൂടുതൽ കുറ്റവാസന ഉള്ളവരാക്കി മാറ്റുന്നതിന് പകരം അവരിലെ കുറ്റവാസന ഇല്ലാതാക്കാനുള്ള പരിശീലനവും നിയന്ത്രണവും ഒക്കെയാണ് ജയിലിൽ വരുത്തേണ്ടത്, നൽകേണ്ടത് എന്നാണ് ഈ ഗോവിന്ദച്ചാമി, ഏറ്റവും ഒടുവിൽ നടന്ന ഈ ഗോവിന്ദച്ചാമിയുടെ സംഭവം പോലും നമ്മളെ പഠിപ്പിക്കുന്നത്. അത് സന്തോഷ് പണ്ഡിറ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഇനിയെങ്കിലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, നമ്മുടെ നിയമങ്ങളൊക്കെ, നമ്മുടെ ഭരണകൂടമൊക്കെ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ കണ്ണു തുറന്ന് നോക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.